നീറ്റ് പോൾ അലക്സാണ്ടർ 73 വർഷം ഇരുമ്പ് ശ്വാസകോശത്തിൽ ജീവിച്ചിരുന്ന ഭൂമിയിലെ അവസാനത്തെ വ്യക്തി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ഈ യന്ത്രത്തെ ആശ്രയിച്ചാണ് ജീവിച്ചത്. ഇരുമ്പ് ശ്വാസകോശം ഒരു വലിയ ലോഹ അറയായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മാത്രമേ ചലിക്കാൻ കഴിയൂ. 1952-ൽ 5 വയസ്സുള്ളപ്പോൾ പോളിന് പോളിയോ ബാധിച്ചു. അന്നുമുതൽ ലോഹ അറയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചു. യന്ത്രത്തിന്റെ ഏറ്റവും വലിയ ദുർബലത വൈദ്യുതി തടസ്സങ്ങൾ. വൈദ്യുതി നിലച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം സന്തുലിതാവസ്ഥയിലാവും. അതില്ലാതെ അദ്ദേഹത്തിന് ശ്വസിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ അവിശ്വസനീയമായ വെല്ലുവിളികൾക്കിടയിലും പോൾ ജീവിതം പൂർണ്ണമായി ജീവിച്ചു. അദ്ദേഹം ഒരു സാധാരണ ദിനചര്യ നിലനിർത്തി. പല്ലുതേയ്ക്കൽ, മുഖം കഴുകൽ, പ്രഭാതഭക്ഷണം കഴിക്കൽ എല്ലാം ഇരുമ്പ് ശ്വാസകോശത്തിനുള്ളിൽ നിന്ന്. ഒരു ഉത്സാഹിയായ വായനക്കാരനായ പോൾ ടെലിവിഷനു പകരം പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു, കലകൾ സൃഷ്ടിച്ചു, ഓരോ നിമിഷവും വിലപ്പെട്ടതാക്കി. 40-ാം വയസ്സിൽ പലരും അസാധ്യമെന്ന് കരുതിയത് അദ്ദേഹം നേടി. ഒരു അഭിഭാഷകനാകാൻ ബാർ പരീക്ഷ പാസായി. കൂടുതൽ ശ്രദ്ധേയം, തന്റെ വായ മാത്രം ഉപയോഗിച്ച് അദ്ദേഹം 150 പേജുള്ള ഒരു പുസ്തകം എഴുതി. പോൾ അതിജീവിക്കുകയായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി തന്നെ ജീവിച്ചു. 78 വയസ്സിൽ 2024 മാർച്ച് 11-ന് പോൾ അന്തരിച്ചു.